നമസ്കാരം. GD എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നും അതിൻ്റെ ബാക്കിയായിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ GD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്, റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. എല്ലാവരും എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതെല്ലാവരും നല്ല ഊർജിതമായിട്ട് നിങ്ങളുടെ പഠനം തുടരുക. ഓക്കെ, നല്ലതായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് മുമ്പായിട്ട് നമ്മുടെ ദിശ അക്കാഡമി GD എക്സാമിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 350+ അവേഴ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ക്ലാസ് ലൈവായിട്ട് കേൾക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ആ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെറ്റീരിയൽസ്, അതേപോലെ മെൻ്റൽ സപ്പോർട്ട്, എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. കഴിഞ്ഞ നമ്മുടെ GD എക്സാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകൾ കേട്ട് ക്രാക്ക് ചെയ്തവരുടെ ഫോട്ടോസാണ്. ഇതുപോലെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനകത്തൊരു മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി ആ വരുന്ന നമ്പർ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്പേഴ്സിനെ കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം വലിയ നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പർ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് ഇവിടെ ആഡ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് പോകാനോ ഉള്ള സാധ്യതയില്ല. കാരണം ഈ നമ്പേഴ്സ് തമ്മിൽ നല്ല ഗ്യാപ്പാണ്. അപ്പോൾ പിന്നെ എന്താണ് അവിടെ സാധ്യത? മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇങ്ങോട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഡിവിഷനാണ്. അതായത് തിരിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. 12 കഴിഞ്ഞാൽ വന്നത് 36 ആണ്. ഓക്കെ, അപ്പോൾ 12 കഴിഞ്ഞ് വന്നത് 36. നെക്സ്റ്റ് നമ്പറാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അടുത്ത 324 അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12 36 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഇൻറ്റു 3 ആണ്. ഓക്കെ, 12 × 3 ആണ് 36. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും വരേണ്ടത്? ഇൻറ്റു 3 ആണെങ്കിൽ 36 ഇൻറ്റു 3 ആണെങ്കിൽ എത്രയാണ് വരേണ്ടത്? 108 108 വരേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണോ എന്നറിയില്ല. നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 108 × 3 324 വരണം. അത് നമുക്ക് ചെക്ക് ചെയ്യാം. 100 × 3 300 ആണ്. 8 × 3 24. ഇപ്പോൾ 300 24 കൂട്ടും 324. അതായത് 108 × 3 324 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. എങ്ങനെ നോക്കുമ്പോഴാണ്? ഇങ്ങനെ നോക്കുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. നമുക്ക് ഉറപ്പിക്കാൻ ഇത് ഇൻറ്റു 3 ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നില്ല. 324 × 3 ആണ്. ഇത് 972 × 3 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 108 എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എങ്ങനെ വരുമെന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവേഴ്സ് നോക്കുക. എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. ഇങ്ങനെ പോകുമ്പോൾ ഡിവിഷൻ, ഇങ്ങനെ പോവുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അടുത്തടുത്ത ടേമുകൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിങ് ടുവേർഡ്സ് എ ഫോട്ടോ ഓഫ് എ ഗേൾ. ഒരു ഗേളിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് രാഗിയാണ് സംസാരിക്കുന്നത്. രാഗിയാണ് പറയുന്നത് ഷീ ഈസ് ഡോട്ടർ ഓഫ് മൈ ഹസ്ബൻഡ്സ് വൈഫ്. ഒരു ഫോട്ടോ നോക്കി പറയാം, അല്ലെങ്കിൽ വേറെ ആളിനെ നോക്കി പറയാം. ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. ഇത് കുറച്ച് പാടാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലർക്കാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ എടുക്കാൻ പറ്റുന്നവർ കാണും. ഇതിപ്പോൾ വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അവളുടെ അങ്ങനെ കണക്ട് ചെയ്ത് ആ ഒരു റിലേഷൻ പെട്ടെന്ന് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവർ കാണും. ഇനി അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ വരച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് വരച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ട ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ആരാണ്? രാഗിയാണല്ലോ സംസാരിക്കുന്നത്. ഈ ഷീ എന്ന് പറയുന്നത് ഫോട്ടോയാണ്. ഈ ഫോട്ടോയെ പറ്റിയാണ് ഷീ. അപ്പോൾ ഫോട്ടോയിലുള്ളത് ഒരു ഫീമെയിൽ ആണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വരച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് അതിനകത്ത് ഓഫ് എന്നൊരു ടൈം കാണും. ഓക്കെ, അതിനകത്ത് അവസാനം വരുന്ന ഓഫിൻ്റെ ടൈമില്ലേ, ആ ഓഫ് കഴിഞ്ഞുള്ള ആളിനെ ആദ്യം എടുക്കും. ക്ലിയർ ആയോ? അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓഫേ ഉള്ളൂ. ചില ക്വസ്റ്റിനകത്തൊക്കെ ആണെങ്കിൽ സൺ ഓഫ്, ഡോട്ടർ ഓഫ്, ഹസ്ബൻഡ് ഓഫ്, അങ്ങനെ കുറേ ഓഫ് വരും. അങ്ങനെ ഒത്തിരി ഓഫ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന ഓഫ് എടുക്കുക. അത് കഴിഞ്ഞുള്ള ആളിനെ ആദ്യം എടുക്കുക. അത് കഴിഞ്ഞുള്ള ഇപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ് ഓഫ് കിടക്കുന്നത്. ആകെ ഒരു ഓഫേ ഉള്ളൂ.
ഇപ്പോൾ ഈ ഓഫ് കഴിഞ്ഞ് വരുന്നത് എന്താണ്? മൈ ഹസ്ബൻഡ്സ് വൈഫ്. അത് നിങ്ങൾ ആദ്യമേ എടുക്കുക. അതായത് എങ്ങനെ വരും? മൈ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? രാഗിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, രാഗിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? രാഗി. ഈ മൈ എന്നുള്ളത് ആരാണ്? രാഗിയാണ്. അപ്പോൾ രാഗിയുടെ ഹസ്ബൻഡിന്റെ വൈഫ്. ഓക്കെ, രാഗിയുടെ ഹസ്ബൻഡിനെ നമുക്ക് എങ്ങനെ കാണിക്കാം? നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, നമുക്ക് കപ്പിൾസ് ആണെങ്കിൽ ഡബിൾ ലൈൻ കാണിക്കാം. ഓക്കെ, ഭാര്യ ഭർത്താവ് ആണെങ്കിൽ ഡബിൾ ലൈൻ, സഹോദരങ്ങളാണെങ്കിൽ സിംഗിൾ ലൈൻ. ഞാൻ നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രാഗിയുടെ ഹസ്ബൻഡിന്റെ പേര് പറയുന്നില്ല. ഇപ്പൊ രാഗി ഫീമെയിൽ ആണെന്നുള്ള പേര് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഹസ്ബൻഡ് ആകുമ്പോൾ മെയിൽ ആയിരിക്കുമല്ലോ. അപ്പൊ ആ പേര് പറയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡ്സ് വൈഫ് എന്നല്ലേ? ഇദ്ദേഹത്തിന്റെ വൈഫ് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ എങ്ങോട്ട് തന്നെ പോകും? തിരിച്ച് രാഗിയിലേക്ക് തന്നെ പോകും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഓഫ് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തല്ലോ. ഇനി ഓഫിന് മുമ്പുള്ള കാര്യം, അതായത് ഇതിപ്പോൾ ഒത്തിരി ടേംസ് ഉണ്ടെങ്കിൽ നമ്മളാണ് ഈ ഒരു ഓർഡറിൽ പോകണം. ഇവിടെ ഇപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, എന്താണ്? ഡോട്ടർ എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഡോട്ടർ എന്ന് പറയുമ്പം ഇപ്പൊ എവിടെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്? രാഗിയിലാണ്. അപ്പൊ അതായത് രാഗിയുടെ ഡോട്ടർ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ കൂടെ ഡോട്ടർ. അതാണ് ആ ഫോട്ടോ. മനസ്സിലായതാണ് ആ ഷീ എന്ന് പറയുന്നത്. അതാണ് ആ ഫോട്ടോ. ഇതാണ് സംഭവം. ഇത്രയുള്ള സംഭവം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും വരയ്ക്കേണ്ട കാര്യമില്ല. ചിലർക്കാണെങ്കിൽ വായിക്കുമ്പോൾ തന്നെ എടുക്കാം. ഷീ ഈസ് എ ഡോട്ടർ ഓഫ് മൈ ഹസ്ബൻഡ്സ് വൈഫ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. രാഗിയുടെ ഹസ്ബൻഡിന്റെ വൈഫ്. അപ്പൊ രാഗി തന്നെ അല്ലേ? ആ രാഗിയുടെ മോളാണ് ആ ഫോട്ടോ. ക്ലിയർ ആയില്ലേ? ഹൗ ഇസ് എ ഗേൾ റിലേറ്റഡ് ടു രാഗി? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണെങ്കിൽ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ ആരാണ് എ? ബിയുടെ ആരാണ് എ? അപ്പൊ ഇവിടെ എന്താണ്? ഹൗ ഈസ് ഗേൾ റിലേറ്റഡ് ടു രാഗി എന്നാണെങ്കിൽ രാഗിയുടെ ആരാണ് ഗേൾ? രാഗിയുടെ ആരാണ് ഗേൾ? മകളല്ലേ? അപ്പൊ ഡോട്ടർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇത് മകളാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഷീ എന്ന് പറയുന്നുണ്ട്. ഷീ എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഫീമെയിൽ ആണെന്ന് എടുക്കാം. മനസ്സിലായോ? ഇപ്പൊ ഷീ എന്നായിരുന്നെങ്കിൽ മകൻ എന്ന് വന്നേനെ. അല്ലെങ്കിൽ തന്നെ ക്വസ്റ്റിന് പറഞ്ഞിട്ട് പോയിന്റ് ടുവേർഡ്സ് ഫോട്ടോ ഓഫ് എ ഗേൾ. ഗേളെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഗേളെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് ഡൗട്ടിന്റെ കാര്യമില്ല. ഡോട്ടർ എന്നുള്ളതാണ് വരുന്നത്. അടുത്ത ഒരു ആൽഫബറ്റ് സീരീസ് ആണ്. ഇപ്പൊ ഇത് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2 അക്ഷരം വീതമുള്ള ഒരു ടേംസ് ആണ്. അപ്പൊ അടുത്ത നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ആൾ എന്തായിരിക്കും? 2 പേരായിരിക്കും. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എങ്ങനെയാണ്? ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങളെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആദ്യത്തെ അക്ഷരങ്ങളെ മാത്രം ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ട് അന്നേരം നമുക്ക് എന്ത് കിട്ടും? ആദ്യം വരുന്ന അക്ഷരം കിട്ടും. ഇനി രണ്ടാമത്തെ അക്ഷരങ്ങളെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ രണ്ടാമത്തെ അക്ഷരം കിട്ടും. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് എം, വി, ഇ, എൻ. ഈ ഒരു ഓർഡറിലാണെങ്കിൽ അടുത്ത അക്ഷരം എന്ത് വരും? ഓക്കെ, ഇപ്പൊ നോക്കാം. എം കഴിഞ്ഞിട്ട് വി ആണ് വന്നത്. ഇപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ABCD നമ്മൾ എഴുതുന്നതാണ്. നിങ്ങളിപ്പോൾ എക്സാമിനാണ് ചെയ്യുന്ന പേപ്പറിലോട്ട് ഇങ്ങനെ എഴുതണം. എഴുതുന്ന രീതി നിങ്ങൾക്ക് അറിയായിരിക്കും. A മുതൽ Z വരെ എഴുതേണ്ടത് എങ്ങനെയാണ്? A മുതൽ M വരെ എഴുതിയിട്ട് M കഴിഞ്ഞുള്ള ആൾക്കാർ, അതായത് N മുതൽ Z വരെയുള്ള ആൾക്കാർ അതിന്റെ താഴെയായിട്ട് എഴുതും. എന്നിട്ട് അവരെ 1 to 26 ഇങ്ങനെ നമ്പർ ചെയ്യും. ഇനി നോക്കേണ്ടത് എമ്മിൽ നിന്ന് എങ്ങനെ വിയിലോട്ട് പോയി, അതായത് എമ്മിൽ നിന്ന് എത്ര കൂടിയാണ് വിയിലേക്ക് പോയത്. ഇപ്പൊ നോക്കി എങ്ങനെയാണ് അത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? എമ്മിന്റെ വാല്യൂ 13 ആണ്, വിയുടെ വാല്യൂ 22 ആണ്. നിങ്ങൾ ഇത്രയും ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ കൗണ്ട് ചെയ്യാൻ നിൽക്കേണ്ട. കൗണ്ട് ചെയ്യാൻ നിന്ന ടൈം എടുക്കും. കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യേണ്ടി വരും. 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കൗണ്ട് ചെയ്താൽ എത്രയാണ് വരുന്നത്? +9, 9 ആണ് കൂടുന്നത്. ഓക്കെ, ഇനി വിയിൽ നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ എത്രയാണ് കൂടുന്നത്? ഇപ്പോൾ വി 22ഉം ഈ 5ഉം ആണ്. ഓക്കെ, അത് നമുക്ക് കൂട്ടി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറച്ച് പറയാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ വി എണ്ണണ്ട, വി കഴിഞ്ഞുള്ള ആൾക്കാർ 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ ആകുമ്പോൾ നിർത്തുക. ഇപ്പം എത്ര വന്നു? 9. അതായത് ഇവിടെ എന്താണ്? ഇവിടെയും 9 തന്നെയാണ് കൂടുന്നത്. ഇനി E to N എടുത്താലോ? ഈ 5 N 14 അവിടെ ക്ലിയർ ആണ്. എന്താണ്? 9 ആണ് കൂടുന്നത്. അപ്പോൾ പിന്നെ ഡൗട്ട് വേണ്ട. അടുത്തത് എന്താണ്? 9 ആണ് കൂടേണ്ടത്. ഇപ്പൊ 14, 9 എത്രയാണ്? 23. 23 എന്ന് പറയുന്ന നമ്പറിൽ ആരാണ്? ആ ലെറ്റർ W ആണ്. അപ്പൊ നമുക്ക് വേണ്ട ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് W ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുമോ? ആൻസർ കൃത്യമായിട്ട് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതും കട്ട് ചെയ്യാം. കാരണം ഫസ്റ്റ് ലെറ്റർ W വരുന്ന 2 ഓപ്ഷൻ ആണ്. പക്ഷെ ഇവിടെ അടുത്ത ലെറ്ററിനെ അവിടെ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ ഏതാണെന്ന് പറയാൻ പറ്റൂ. ഒരിടത്ത് ബിയും ഒരിടത്ത് എക്സും ആണ്. അപ്പൊ അടുത്ത ലെറ്റർ എന്ത് വരും നോക്കി? R, A, J, S. നോക്കാം. R, A, J, S. അടുത്ത ലെറ്റർ എന്ത് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. R to A, R 18ഉം A 1ഉം.
ഇവിടെ എന്താണ് നോർമലി കുറച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം, ഈ 26 വരെ എത്ര ആയെന്ന് നോക്കി. 18 മുതൽ 26 വരെ 8 ആയല്ലോ. വീണ്ടും ഒരു 1 കൂടെ വരും. ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ള വരും. അതായത് അവിടെ +9 ആണ്. A to J ആണെങ്കിൽ A1 J10. അത് നമുക്ക് കുറച്ച് പറയാം. എന്താണ് അവിടെ എന്താണ് +9. J10 S19 അവിടെ എന്താണ് അവിടെ കുറച്ച് പറയാം +9 ആണ്. അപ്പോൾ അടുത്ത എന്തായിരിക്കും +9. അതായത് S+9 19ഉം 9ഉം 19, 9, 28. പക്ഷെ നമുക്ക് 28ാമത്തെ അക്ഷരമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ 19ന്റെ കൂടെ 7 കൂട്ടാം. 7 കൂട്ടിയിട്ട് വീണ്ടും ഒരു 2 കൂടെ കൂട്ടിയാൽ അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്യുവാണെങ്കിൽ S കഴിഞ്ഞ് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ആര് വരും? B വരും. ഓക്കെ, ഇങ്ങനെ കൗണ്ട് ചെയ്യണമെന്നില്ല. അത് വേറെ രീതിയിൽ എങ്ങനെ എടുക്കാം? 19, 9, 28 ആണല്ലോ. 28 എന്ന് പറയുമ്പോൾ 26 കഴിഞ്ഞ് വീണ്ടും ഒരു 2 കൂടെ കൂടണം. അതായത് A, B വരും. B ആണ് രണ്ടാമത്തെ അക്ഷരം വരുന്നത്. ക്ലിയർ ആണ്? ഓപ്ഷൻ 2. ഓക്കെ, ചെയ്തത് മനസ്സിലായി കാണും. ആൽഫബറ്റ് സീരീസ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൽഫബറ്റ് സീരീസ് എത്ര കൂടിയാണ് പോകുന്നത് അല്ലെങ്കിൽ എത്ര കുറഞ്ഞാണ് പോകുന്നത്, അങ്ങനെ വെച്ചിട്ടാണ് അടുത്ത ടൈമിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് നമ്മൾ ഇത് എടുത്തെഴുതുമ്പം ഈ ഈറ്റിംഗ് എന്നുള്ളത് മേളിൽ എഴുതിയിട്ട് അതെങ്ങനെയാണോ കോഡ് ചെയ്തത് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ എന്നാലും നമുക്ക് പെട്ടെന്ന് എന്താണ് സംഭവം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. GRYC ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നോക്കി, ഇവിടെ നേരെ നേരെ ആകണമെന്നില്ല. ചില ക്വസ്റ്റ്യൻ നേരെ നേരെ ആകും. നേരെ നേരെ ആവണം. ഇവിടെ ഇക്ക് പകരം ഇ തന്നെയാണ് വന്നത്. എക്ക് പകരം L വന്നു, ടിക്ക്. അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇക്ക് പകരം ഇ വന്നെന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയില്ല. എക്ക് പകരം L വന്നെന്ന് പറയുമ്പോൾ A 1ഉം L 12ഉം ആണ്. അതായത് 11 കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ടിയും ജിയും എടുക്കുമ്പം T 20ഉം G 7ഉം. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിക്കാം. പക്ഷെ വേറെ ആരോട് ഓപ്പോസിറ്റ് വരുന്നില്ല. അടുത്ത ഇപ്പം ഐയും ആറും എടുത്താലും ഓപ്പോസിറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നും വൈയും എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എന്നുള്ള ഒരു രീതിയിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പിന്നെയും നേരെ നോക്കിയാലും ഇപ്പൊ ഇവിടെ 11 കൂടി, പിന്നെ അടുത്ത് വരുമ്പോൾ T 20ഉം G 7ഉം അവിടെ നമുക്ക് വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് പറയാം എന്താണ് നേരെ അല്ല വരുന്നത്. അതായത് നേരെ നേരെ അല്ല അവിടെ കോഡിങ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി അടുത്ത സാധ്യത എന്താണ്? ഇനി എന്താണ് അടുത്ത സാധ്യത എന്ന് ചോദിച്ചാൽ ഇവര് റിവേഴ്സ് വരാം. ഓക്കെ, റിവേഴ്സ് വരാനാണ് ഉദ്ദേശിച്ചത്. ഇക്ക് പകരമായിട്ടുള്ള ആള് ദാണ്ട് ഇങ്ങേ അറ്റത്ത് വരാം. മനസ്സിലായി? ഈ അറ്റത്ത് വരാം, ഈ ഒരു ഭാഗത്തായിട്ട് വരാം. ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഈ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആള് ഈ ഒരു എൻഡ് വരാം. മനസ്സിലായോ? ഇനി അടുത്ത എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ ഇവിടെ വരാം. അതായത് റിവേഴ്സ് രീതിയിൽ, റിവേഴ്സ് കോഡിങ് എന്നുള്ള ആ ഒരു ഇതിൽ വരാം. അപ്പൊ നമ്മൾ അത് ശരിയാണെന്ന് നോക്കുക. ശരിയാണെന്ന് നോക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നതിന് ഒരു പാറ്റേൺ വേണം. ഇപ്പൊ നിങ്ങൾ E to C നോക്കിയാൽ E 5 C 3. അപ്പൊ എന്താണ് പുറമോട്ട് പോകണം, 2 കുറഞ്ഞു. ഓക്കെ, ഇനി A to Y എടുത്താൽ എയിൽ നിന്ന് വൈയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? ഇങ്ങനെ പോകുമ്പോൾ കുറയുവാണ്. ഓക്കെ, ഇങ്ങനെ പോകുമ്പോൾ കുറയാണ്. അത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ, അല്ലാതെ A1 Y 25 എന്ന് പറഞ്ഞിട്ട് 24 കൂടി ആരും എടുക്കരുത്. ഇവിടെയാണ് നമുക്ക് കുറഞ്ഞ ദൂരമുള്ളത്. അപ്പോൾ എന്താണ് 2 കുറയാണ്. അപ്പോൾ അവിടെ എന്താണ് 2 കുറഞ്ഞു. അടുത്ത ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരും? 6 വരും. ഇപ്പോൾ T to 6 നോക്കി, T എന്ന് പറയുന്നത് 20, 6, 18. അവിടെ എന്താണ് 2 കുറഞ്ഞു. അപ്പോൾ ഉറപ്പിക്കാം ഒരു പാറ്റേൺ വരുന്നുണ്ട്. അടുത്ത് നോക്കി I to എങ്ങനെ വരും? Iക്ക് G വരും. ഓക്കെ, അവിടെ 2 കുറയല്ല, 9, 7. അപ്പോൾ ഉറപ്പിക്കുക എന്താണ് റിവേഴ്സ് രീതിയിലാണ്. റിവേഴ്സ് രീതിയിൽ 2 കുറഞ്ഞു പോവാണ്. റിവേഴ്സ് രീതിയിൽ 2 കുറഞ്ഞു പോവാണ്. അങ്ങനെയാണ് നമുക്ക് വേണ്ട ആൻസർ എന്തായിരിക്കും? കോഫി എന്നുള്ളതാണ് അവർ ചോദിച്ചേക്കുന്നത്. കോഫി എന്നുള്ള വേർഡിൻ്റെ ആണ് അവർ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിക്ക് കറസ്പോണ്ടിങ് ഈ അറ്റത്ത് വരും, ഓയുടെ കറസ്പോണ്ടിങ് ഇങ്ങനെ വരും, എഫ് ഇവിടെ വരും, ഈ എഫിൻ്റെ ഇവിടെ വരും, ഈ ഇയുടെ ഇങ്ങോട്ട് പോകും, ഈയുടെ ഇങ്ങോട്ട് പോകും. ഈ രീതിയിലായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. എല്ലാത്തിൻ്റെ എന്താണ് -2 തന്നെയാണ്. എല്ലാത്തിൻ്റെയും -2 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പം ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആദ്യം കിടക്കുന്ന എല്ലാം സെയിം ആണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആദ്യം കിടക്കുന്ന കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാത്തിൻ്റെ അവസാനം നോക്കി, ഒരിടത്ത് B ഒരിടത്ത് A ആണ്. അപ്പോൾ നോക്കി നമുക്ക് ലാസ്റ്റ് എന്ത് വരും എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റിൽ എന്ത് വരും എന്നറിയാനാണ്ട് E -2 അല്ലേ, സോറി C -2 അല്ലേ, C -2 ആണ് വരുന്നത്. ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ C -2 എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? C എന്ന് പറയുന്നത് 3, 3ൽ നിന്ന് 2 കുറച്ചാൽ 1, അതായത് A. അതായത് ഇവിടെ വരുന്നത് A ആണ്, ഇവിടെ വരുന്നത് A ആണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. E -2
ഇ എന്ന് പറഞ്ഞാൽ 5, 5ൽ നിന്ന് 2 പോയാൽ 3. ഓക്കെ, ഇവിടെ സി വരും. അതായത് സി തുടങ്ങും, എയിൽ എൻഡ് ചെയ്യും. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം എല്ലാത്തിൻ്റെ സി സ്റ്റാർട്ടിങ് സി ആണ്, എല്ലാത്തിൻ്റെ എൻഡിങ് നോക്കിയേ ഇവിടെ എല്ലാം ബിയും ഇവിടെ എയും ആണ്. അപ്പോൾ അവിടെ വെച്ച് ആൻസർ എടുക്കാം, ഇതാണ് വരുന്നത്. കാരണം ലാസ്റ്റിൽ എ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലായോ? ലാസ്റ്റിൽ എ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓപ്ഷനും കൂടെ നോക്കിയിട്ട് ചെയ്യുക, ഇത് ഫുള്ള് കണ്ടുപിടിക്കണമെന്നില്ല. ഇനിയിപ്പം നമുക്ക് എല്ലാ ഓപ്ഷൻ്റെയും ആദ്യം സിയും അവസാനം എയും ആണെങ്കിൽ എന്താ പറ്റും, എല്ലാം കണ്ടുപിടിക്കാനേ പറ്റും. എല്ലാം ഇപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ വരുന്ന ആൾ, രണ്ടാമത് വരുന്ന ആൾ ആളുടെ കറസ്പോണ്ടിങ് ആയിട്ടാണ്, അതാണ്ട് ഇയുടെ കറസ്പോണ്ടിങ് ആണ്. ഇയുടെ കറസ്പോണ്ടിങ് വരുമ്പോൾ സി വരും. ഇനി അടുത്ത് വരുമ്പോൾ ഈ എഫിന് പകരമായിട്ടുള്ള ആളാണ് വരുന്നത്. ഈ എഫിൻ്റെ F - 2, 6ൽ നിന്ന് 2 പോയാൽ 4, ഇവിടെ ഡി വരും. നമുക്ക് കണ്ടുപിടിച്ച ആൻസറിൻ്റെ അതേപോലെ ആയിരിക്കും കിടക്കുന്നത്. CC DD O - 2, 15ൽ നിന്ന് 2 പോയാൽ 13 M. എടുത്ത ആൻസർ അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ആൽഫബറ്റും ഉണ്ട് നമ്പറും ഉണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ എളുപ്പം നിങ്ങൾ ആൽഫബറ്റ് നോക്കുന്നതിനെക്കാട്ടി മുമ്പേ നമ്പർ അങ്ങ് നോക്കാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എമ്മും ഇയും 18ആയിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ ബന്ധമില്ല. ആൽഫബറ്റിൻ്റെ ഒരു രീതിയിൽ പോകുന്നു, നമ്പറിൻ്റെ ഒരു രീതിയിൽ പോകുന്നു. അല്ലാതെ ഈ എമ്മും ഇയും 18ആയിട്ട് ബന്ധമില്ല, ഓയും ജി 22ആയിട്ടും ബന്ധമില്ല. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആൽഫബറ്റിൻ്റെ ഒരു പ്രത്യേകം എടുക്കുക, നമ്പറിനെ പ്രത്യേകം എടുക്കുക. ഇപ്പം നമ്പർ കിട്ടാൻ എന്ത് ചെയ്യുക? നമ്പേഴ്സിനെ പ്രത്യേകം എടുത്തത് 18, 22, 26, 30, 34. അപ്പോൾ അറിയാം എന്താണ് 4 കൂടിയാണ്. അങ്ങനെയാണ് അടുത്ത എന്തായിരിക്കും? 38. 38 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, ഇതുകൊണ്ട് ഇതുകൊണ്ട്. അപ്പം ഇതിലേതാണെന്ന് അറിയാൻ ഇവിടെ W ഇവിടെ VU. അപ്പോൾ അതായത് ആദ്യത്തെ ആൽഫബറ്റ് എന്ത് വരും കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ആദ്യത്തെ ആൽഫബറ്റ് കിട്ടാൻ ആദ്യത്തെ ആൽഫബറ്റ് എല്ലാം കൂടെ എടുത്തേ. M, O, Q, S, U. ഇവരെങ്ങനെയാണ് പോകുന്നത് നോക്കി. M 13, O 15. അപ്പോൾ അറിയാം എന്താണ് 2 കൂടി. O, Q, O 15, Q 17. അപ്പോൾ അവിടെ 2 കൂടി. അപ്പോൾ 2 കൂടിയാണ് പോകുന്നത്. അത് ഇവിടെ നോക്കാം. S to U എടുത്താലും 19, 21, 2 കൂടി. അപ്പോൾ 2 കൂടുന്ന U + 2, 21, 2, 23 W. അതായത് W ആണ് നമ്മുടെ ആൽഫബറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ക്ലിയർ ആയോ? ഇപ്പം നമ്പർ നോക്കാം. ആദ്യം നമ്പർ നോക്കുന്നതായിരിക്കും ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്പർ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. അതിലാരാണെന്നുള്ളത് പെട്ടെന്ന് നോക്കിയെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ്, സർക്കുലർ ടേബിൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ടേബിളിന് ചുറ്റും 6 പേരിയ്ക്കുകയാണ്. സർക്കുലർ ടേബിൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ, ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ. ശ്രദ്ധിച്ച് വായിക്കുക. ഫേസിങ് ദ സെൻറ്റർ ഉണ്ട്, ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 6 പേരുണ്ടല്ലോ, 6 പേരുണ്ട്. അപ്പോൾ 6 പേര് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സർക്കിൾ ആയതുകൊണ്ട് ഇവിടെ റൈറ്റ് എൻഡോ ലെഫ്റ്റ് എൻഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 6 പേരെ ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഈവൻ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ 6 പേരെന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ആണല്ലോ, ഒരാൾക്ക് ഒരാൾ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വരയ്ക്കാവും. ഒരാൾക്ക് ഒരാൾ ഓപ്പോസിറ്റ് വരുന്ന രീതി. കാരണം ഓപ്പോസിറ്റിന് ക്വസ്റ്റിന് പ്രാധാന്യം കാണും. പക്ഷേ ഓഡ് നമ്പർ ആണെങ്കിലോ, അതായത് ഇപ്പോൾ 5 പേരോ അല്ലെങ്കിൽ 3 പേരോ 7 പേരോ ഒക്കെ ആണെങ്കിലോ അങ്ങനെ ഒരുപാട് ഓപ്പോസിറ്റിന് പ്രാധാന്യം കാണത്തില്ല. കാരണം നമ്മളിപ്പം ഓപ്പോസിറ്റ് വരയ്ക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഓപ്പോസിറ്റ് ഇല്ലാതെ പോകും. ഇനി അഥവാ ഓപ്പോസിറ്റിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ അവരെടുത്ത് പറയും ഇന്ന ആൾക്ക് ഓപ്പോസിറ്റായിട്ട് ആരും ഇരിക്കുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ ഓപ്പോസിറ്റിന് എന്തെങ്കിലും പ്രാധാന്യം കാണും. അല്ലെങ്കിൽ ഈ 5 പേരോ 7 പേരോ ഒക്കെ ആണെങ്കിൽ, 3 പേര് ചോദിക്കത്തില്ല, 5 പേരോ 7 പേരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഇല്ലാതെ വരച്ചാൽ മതി. അതിൽ ഇഷ്ടമുള്ളവർക്ക് വരച്ചാൽ മതി. പക്ഷേ ഈവൻ നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? പെയറായിട്ട്, ഓപ്പോസിറ്റ് പെയറായിട്ട് വരയ്ക്കുക. അപ്പോൾ 6 പേരെ ഞാൻ വരയ്ക്കുമ്പോൾ കണ്ടേ, ഇപ്പോൾ ഇവിടെ ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ആയതുകൊണ്ട് ഇതാണല്ലോ സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയിരിക്കുന്നത് കാണിക്കാൻ അവിടെ 6 ഹെഡ് വെളിയിലിട്ട്. അപ്പം ഒരാൾ ഇങ്ങനെ വരച്ചാൽ ഓപ്പോസിറ്റ് ഒരാളെ ഇവിടെ വരയ്ക്കണം. മനസ്സിലായി? അങ്ങനെ 6 പേരെ വരയ്ക്കണം. ഇപ്പം ഞാൻ 2 പേരായി, ഇനി ഒരാളെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, പക്ഷേ ഓപ്പോസിറ്റായിട്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഇവിടെ വരും. ഇപ്പം 4 പേരായി, ഇനി 2 പേരൂടെ അത് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. എന്നാണ് ഞാൻ ഇവിടെയും ഇവിടെയായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, 6 പേരായല്ലോ. ഇനി ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. U sits exactly between R and S. എൻ്റെ അർത്ഥം എന്താണ്? U എന്ന് പറയുന്നത് R-ൻ്റെയും S-ൻ്റെയും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം, ഈ R S ഇങ്ങനെ വരണമെന്നില്ല. അതായത് യുവിൻ്റെ ലെഫ്റ്റിൽ 6 റൈറ്റിൽ S അങ്ങനെ ആവണമെന്നില്ല, തിരിച്ചു ആകാം. ഈ R-ൻ്റെ S-ൻ്റെ സ്ഥാനം മാറാം, ഇങ്ങനെയും ഇരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാം. നമ്മൾ ഈ ഒരു റോയിൽ ഇരിക്കുന്നവരെ ചെയ്യുന്നതിൻ്റെ തൊട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ യുവിനെ ഇവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എന്തേ എനിക്ക് പറയാൻ പറ്റൂ? ഒന്നെങ്കിൽ ഇവിടെ 6 S അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും 6 S.
ഇതിൽ ആർ എവിടെ വരും, എസ് എവിടെ വരും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആറ് എസ് ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്, അത് ഉറപ്പാണ്. പക്ഷെ അത് എവിടെയാണ് ആർ എവിടെയാണ് എസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബാക്കിയുള്ള സെന്റൻസ് കൂടെ വായിക്കുക. എസ് സിറ്റ്സ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടിയുടെ ലെഫ്റ്റിലാണ് എസ് ഇരിക്കുന്നത്. ടിയുടെ ലെഫ്റ്റിലാണ് എസ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പം നമുക്ക് എസ് ഫിക്സ് ആയിട്ടില്ല. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എസ് ഇവിടെ ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, എസ് ഇവിടെ ആണ് വരുന്നതെങ്കിൽ ടി എവിടെ ആയിരുന്നു വരണ്ടേ? ടി ഇവിടെ വരണ്ടേ? എന്നാലല്ല ഇവിടെ റൈറ്റ് ലെഫ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ റൈറ്റ് എങ്ങോട്ടാണ് ലെഫ്റ്റ് എങ്ങോട്ടാണെന്നൊരു ഐഡിയ വേണം. ഇതാണ് റൈറ്റ്, ഇതാണ് ഈ യുവിന്റെ ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ആയിരുന്നു ടി വരണ്ടേ, ഇവിടെ ആയിരുന്നു എസ് എങ്കിൽ ഇവിടെ ആയിരുന്നു ടി. കാരണം ടിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഓൾറെഡി ആളിരിക്കുമല്ലേ. അപ്പൊ എനിക്ക് അവിടെ ടിയെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അർത്ഥം ഇവിടെ ആരേ വരൂ, ഇവിടെ ആറേ വരുത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ ആറേ വരുത്തുള്ളെങ്കിൽ എസ് എവിടെ വരും? എസ് ഇവിടെ വരുത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി കാര്യങ്ങൾ എളുപ്പമാണല്ലോ. ഞാൻ ഈ ആറല്ല ഇത് റൈറ്റ് ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ടി എവിടെ ആയിരിക്കും? ടി ഇവിടെ വരും. കാരണം എന്നല്ല ടിയുടെ ലെഫ്റ്റിൽ എനിക്ക് എസിനെ കൊടുക്കാൻ പറ്റും, ടിയുടെ ലെഫ്റ്റിലോട്ട് എസിനെ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് അത്രയും ആൾക്കാരെ കിട്ടിയേ. ഇനി എന്താണ് പറയുന്നത്? പി സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ക്യൂ. പി എന്ന് പറയുന്നത് ക്യൂവിന്റെ തൊട്ട് റൈറ്റ്. അപ്പൊ ഇവിടെ ക്യൂവിന്റെ തൊട്ട് വലത്ത് ഭാഗത്താണ് പി ഇരിക്കുന്നത്. ഓക്കെ, അതായത് അവ രണ്ടും എങ്ങനെ വരും? അവ രണ്ടും അടുപ്പിച്ചിരിക്കുമല്ലോ, അവ രണ്ടും അടുപ്പിച്ചാണ് വരുന്നത്. അപ്പൊ നമുക്ക് അടുപ്പിച്ച് സീറ്റ് വേക്കൻ്റ് ഉള്ളതാണ്. ഇവിടെ രണ്ടിടത്തല്ല ഉള്ളു, ഈ രണ്ട് സീറ്റുകളല്ല ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനെ വരണം? ക്യൂവിന്റെ വലത്ത് ഭാഗത്ത് പി വരണം, ക്യൂവിന്റെ റൈറ്റിൽ പി വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റൂ? ആ രണ്ട് സീറ്റേ ഉള്ളൂ വേക്കൻ്റ്, ഒരിടത്ത് ക്യൂ ഒരിടത്ത് പി ആണ്. പക്ഷെ ചുമ്മാ കൊടുത്താൽ പോരാ, ഇവിടെ ക്യൂവും ഇവിടെ പിയും കൊടുക്കണം. കാരണം എന്നല്ല ക്യൂവിന്റെ റൈറ്റ് കണ്ടോ, ക്യൂവിന്റെ റൈറ്റിലോട്ട് പി വരൂ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ഫൈനൽ അറേഞ്ച്മെന്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി ക്വസ്റ്റ്യൻ നോക്കാൻ എന്താണ്? ഹൂ സിറ്റ്സ് ടു ദി ഓപ്പോസിറ്റ് ഓഫ് ടി. ടിയുടെ ഓപ്പോസിറ്റ്. അപ്പൊ ടിയുടെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും ഇയാളുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഇവിടെ ഇരിക്കുന്ന ആളാണ്. ആരാണ്? ആറാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർക്കുലർ ടേബിൾ ആണ്. സർക്കിൾ വരച്ചു, ഫേസിങ് അവേ ഫ്രം ദ സെന്റർ ആയതുകൊണ്ട് ആ രീതിയിൽ വരച്ചു. പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് കൊടുക്കുമ്പം നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ രീതിക്ക് അനുസരിച്ച് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് റൈറ്റ് ലെഫ്റ്റ് അറിയണം. റൈറ്റ് ലെഫ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ദാണ്ട് ഇവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങോട്ടാണ് റൈറ്റ്, ഇങ്ങോട്ടാണ് ലെഫ്റ്റ്. ഇവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് ഇമാതിരി ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്, അയാളുടെ വലത്ത് കൈ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്, അയാളുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങോട്ട്, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങോട്ട്. ഈ ആളിനെ സംബന്ധിച്ചാണെങ്കിൽ റൈറ്റ് ഇങ്ങോട്ട്, ലെഫ്റ്റ് ഇങ്ങോട്ട്, ഇങ്ങനെ ഓരോരുത്തരുടെ റൈറ്റ് ലെഫ്റ്റ് മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ആൻസർ എടുക്കാം. മനസ്സിലായെന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ നമ്പർ സീരീസ് ആൽഫബറ്റ് സീരീസും ചെയ്ത പോലെ ആ ഫിഗേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കാണും. ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പ്രത്യേകത നോക്കും. ഇപ്പോൾ നോക്കി ഏത് ആരോ മാർക്ക് ഞാൻ ആദ്യം നോക്കുകയാണ്. അപ്പോൾ ആരോ മാർക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ ആയിരുന്നു, അടുത്തതിനകത്ത് ഇവിടെ വന്നു, വീണ്ടും ഇവിടെ വന്നു, വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ എന്താണ്? ഒരു ഓൾട്ടർനേറ്റ് രീതിയിൽ ഇവിടെ 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 ഇവിടെ. അപ്പോൾ വീണ്ടും എവിടെ വരും? വീണ്ടും ഇവിടെ വരുമല്ലോ, താഴെ വരുമല്ലോ. കാരണം അവിടെ ഇവിടെ ഇവിടെ അങ്ങനെ മാറി തിരിഞ്ഞ് വരുവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആൻസറിനകത്ത് ഇവിടെയാണ് വരേണ്ടത്. നേരെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ഒരു ഓപ്ഷൻ അല്ല ഉള്ളു അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല ഉള്ളു. മനസ്സിലായോ? ഓപ്ഷൻ ബിയിൽ മാത്രമുള്ള അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിലൂടെ നോക്കാം, ഇതെങ്ങനെ പോകുന്നത് നോക്കാം. ആദ്യം നാണ്ട് ഈ പോർഷനിലായിരുന്നു, പിന്നെ ഇവിടെ വന്നു, അടുത്തതിനകത്ത് ഇവിടെ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു റൊട്ടേഷനിൽ പോവാണ്. മനസ്സിലായ? ഒരു റൊട്ടേഷനിൽ പോവാണ്. നാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, പിന്നെ വന്നപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കത്തില്ലേ? എടുത്ത ആൻസറിനകത്ത് കണ്ട കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. ഇത് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേകതയിൽ നോക്കുക, ആ പ്രത്യേകത വരുന്ന ഓപ്ഷൻസ് നോക്കുക. അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ഈ ഒരു സാധനമാണ് ആദ്യം നോക്കിയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇത് ഇവിടെ വരുന്നതാണ്, ഇവിടെ ഈ ഓപ്ഷനകത്ത് ഇവിടെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണോ ഡി ആണോ എന്ന് വീണ്ടും നോക്കേണ്ടി വന്നേനെ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
വീണ്ടും ഒരു ആൽഫബറ്റ് സീരീസ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം ആദ്യത്തെ ലെറ്റർ കിട്ടാൻ വേണ്ടി എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കുന്നു. DEGJN DEGJN. അപ്പോൾ എത്ര കൂടിയാണ് പോകുന്നത് നോക്കി. D to E. D എന്ന് പറയുന്നത് 4, E എന്ന് പറയുന്നത് 5. തൊട്ടടുത്ത അക്ഷരമാണ് 1 കൂടി. അടുത്ത E to Gയിലേക്ക് പോകുമ്പോൾ, ഇയിൽ നിന്ന് Gയിലേക്ക് പോകുമ്പോൾ E 5ഉം G 7ഉമാണ്. അപ്പോൾ അവിടെ നിന്നാണ് 2 കൂടി. ഇനി Gയിൽ നിന്ന് Jയിലേക്ക് പോകുമ്പോഴോ G 7ഉം J 10ഉം. ഇപ്പം എന്താണ് 3 കൂടി. ഇപ്പം നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവും. 1 2 3. അടുത്ത എന്തായിരിക്കും 4 ആയിരിക്കും. നോക്കാം. J 10 ആണ് N 14. അപ്പോൾ 4. അപ്പോൾ അടുത്ത എന്താണ് 5 ആണ് കൂടേണ്ടത്. 14ഉം 5ഉം 19. 19 എന്ന് പറയുന്നത് S ആണ്. അതായത് നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ അക്ഷരം S ആണ്. ഓക്കെ. പക്ഷേ S വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതിലേതാണെന്ന് അറിഞ്ഞേ പറ്റും. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ഇവിടെ കണ്ടുപിടിച്ചേ പറ്റൂ. രണ്ടാമത്തെ അക്ഷരം കിട്ടാൻ SNJGE. ഇതെങ്ങനെയാണ് പോകുന്നത് നോക്കിയേ. SN S 19ഉം N 14. അപ്പോൾ അവിടെ കൂടുവാണോ കുറവാണോ? കുറവാണ്. എത്രയാണ് കുറയുന്നത്? 5 കുറവാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നല്ല സ്പീഡായിരിക്കണം. ഓക്കെ. N to J NJ. അപ്പോൾ അവിടെ എന്താണ്? അവിടെയും കുറവാണ്. അവിടെ എന്താണ്? അവിടെ 4 കുറവാണ്. അവിടെ 4 കുറവാണ്. ഓക്കെ. വീണ്ടും J to G എടുത്താൽ J 10 G 7. അവിടെ എന്താണ്? 3 കുറവാണ്. അവിടെ 3 കുറവാണ്. ഇനി G to E എടുത്താൽ G 7 E 5. അവിടെ എന്താണ്? 2 കുറവാണ്. അപ്പോൾ നമുക്ക് ആ പാറ്റേൺ മനസ്സിലായി. 5 കുറഞ്ഞ് 4 കുറഞ്ഞ് 3 കുറഞ്ഞ് 2 കുറഞ്ഞ് അങ്ങനെയാണ് 1 കുറയണം. അതായത് ഡിയുടെ തൊട്ട് മുമ്പിലത്തെ ലെറ്റർ D അല്ലേ. അപ്പോൾ D ആണ് നമ്മുടെ ആൻസറിനകത്ത് രണ്ടാമത്തെ അക്ഷരം. ഓപ്ഷൻ 1 ആണ് ആൻസർ. D എന്നുള്ളതാണ്. ഈ എസും ഈ ഡിയോട് ചേരുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ. ഡൈസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ. ആ ക്ലാസ് കേൾക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ഇപ്പോൾ ഡൈസിൻ്റെ ഇപ്പോൾ 1 ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു 2 ഡൈസ്, ഒരു ഡൈസിൻ്റെ തന്നെ 2 പൊസിഷൻ. ഓക്കെ. അതിനകത്ത് 3 1 4. ഇതിനകത്താണെങ്കിൽ 5 1 4. ഇങ്ങനെ നമുക്ക് 2 പൊസിഷൻ തരുവാണെങ്കിൽ ഇതിൽ 3യുടെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3യുടെ ഓപ്പോസിറ്റ് എന്ത് വരുമെന്ന് ചോദിച്ചാൽ ആ 3 ഒഴികെയുള്ള ആൾക്കാർ 1 4. ഇവിടെ ആണെങ്കിൽ 1 4 ഉണ്ട്. അതായത് ഒരു ഡൈസിന്റെ തന്നെ, ഇതിപ്പോൾ ഒരു ഡൈസിന്റെ തന്നെ ആണ് പല പല ഫേസുകൾ വരുന്നത്. ഒരു ഡൈസിന്റെ തന്നെ ഡിഫറെന്റ് ഫേസസിനകത്ത് 2 പേര് കോമൺ വന്നാൽ, ഓക്കെ ശ്രദ്ധിക്കണം, 2 പേര് കോമൺ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ 3ന് ഓപ്പോസിറ്റ് 5 ആയിരിക്കും. തിരിച്ചും പറയാം, 5ന് ഓപ്പോസിറ്റ് എന്താണ്? 3 ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചോദിച്ചേക്കുന്ന 1 ആണ്. അപ്പൊ നിങ്ങൾ ആ 1 വരുന്ന ഡൈസ് നോക്കി. 1 വരുന്ന ഡൈസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 1 ഒഴികെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 2ഉം 3ഉം. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? 2ഉം 3ഉം വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? 2ഉം 3ഉം ഒരുമിച്ചൊരു ഡൈസ് വരുന്നുണ്ടോ? ഉണ്ട്. ദാണ്ട് ഇവിടെ തന്നെ വരുന്നുണ്ട്. 2ഉം 3ഉം ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ച് 1 6 എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ആൻസർ എന്താണ്? 6 ആണ്. ഇതെടുത്താൽ എന്താണ് കുഴപ്പം? ഇതെടുത്തു കഴിഞ്ഞാൽ 5ഉം 4. പക്ഷെ 5ഉം 4 ഒരുമിച്ച് വരുന്ന വേറെ ഡൈസ് ഇല്ല. മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡൈസ് എടുത്താൽ, ഈ ഒരു പൊസിഷൻ എടുത്താൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെടുത്താൽ ഇവിടെ 2 3 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പം ആൻസർ കിട്ടും. ക്ലിയർ ആയോ? 1ഉം 6ഉം ആയിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ബ്ലഡ് റിലേഷൻ ആണ്. നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്കൽ ഇവിടെ ഒരു സൈൻ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം. ആദ്യം എന്താണ് നമുക്ക് ഇതാണ് വേണ്ടത്, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ഇസഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് വന്നാൽ എന്താണെന്ന് നോക്കണം. ഡിവൈഡ് വരുന്ന കിടക്കുന്ന ഇവിടെയാണ്. ഡിവൈഡ് വന്നാൽ എന്താണ്? എം ഈസ് ദി സിസ്റ്റർ ഓഫ് എൻ. ഈ എം എന്ന് എന്താണ്? ഒരു എക്സാമ്പിൾ വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഡിവൈഡ് വന്നാൽ ആദ്യത്തെ എം ഈസ് സിസ്റ്റർ ഓഫ് എൻ. അങ്ങനെയാണ് ഇവിടെ എന്താണ്? ഇവിടെ അതേപോലെ പറഞ്ഞു നോക്കണം. എക്സ് ഈസ് ദി സിസ്റ്റർ ഓഫ് ഇസഡ്. എക്സ് ആണ് സിസ്റ്റർ, എക്സ് ആണ് സിസ്റ്റർ, അതായത് എക്സ് ആണ് ഫീമെയിൽ. ആരുടെ സിസ്റ്റർ ആണ്? ഇസഡിന്റെ. അപ്പൊ സഹോദരങ്ങളായതുകൊണ്ട് സിംഗിൾ ലൈൻ, ഇസഡിന്റെ സിസ്റ്റർ ആണ്. ഇനി മൈനസ് വരും നോക്കി. ഇസഡ് മൈനസ് എ. മൈനസ് വരുമ്പോൾ എന്താണ്? എം ഈസ് ദി ബ്രദർ ഓഫ് എൻ. ഇപ്പൊ എന്താണ്? ഇസഡ് ഈസ് ദി ബ്രദർ ഓഫ് എ. ഇപ്പൊ ഇസഡ് ഈസ് ദി ബ്രദർ എന്ന് പറയുമ്പോൾ ഇസഡ് ആണ്, ഇസഡ് എന്താണ്? മെയിൽ ആണ്. ഇസഡ് ബ്രദർ ആണ്. ആരുടെ ബ്രദർ ആണ്? എയുടെ. അവിടെ എന്താണ്? സഹോദരങ്ങളായതുകൊണ്ട് സിംഗിൾ ലൈൻ, സിംഗിൾ ലൈൻ കാണിച്ചു. ഇനി ഇൻഡു വരുമ്പോൾ എന്താണെന്ന് നോക്കിയേ. എം ഈസ് ദി മദർ ഓഫ് എൻ. അപ്പൊ ഇവിടെ ആണെങ്കിൽ എ ഈസ് ദി മദർ ഓഫ് വൈ. ശ്രദ്ധിച്ച് വായിക്കുക. എ ഈസ് ദി മദർ ഓഫ് വൈ. എ വൈയുടെ അമ്മയാണ്. മീനിങ് എടുക്കുമ്പോൾ മാറിപ്പോലെ. എ വൈയുടെ അമ്മയാണ്. അപ്പൊ ആരാണ് അമ്മ? എ ആണ് അമ്മ. അപ്പൊ എ ഫീമെയിൽ ആണ്. എ ആരുടെ അമ്മയാണ്? വൈയുടെ. അതായത് മക്കളെ കാണിക്കാൻ
ഒരു വെർട്ടിക്കൽ ലൈൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ y. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? എക്സ് ഇസഡ് എയും സഹോദരങ്ങളാണ്. അതിൽ എയുടെ മകനാണോ മകളാണോ എന്നറിയില്ല, എയുടെ ഇതായിട്ടാണ് y വരുന്നത്. അത് മകനാണോ മകളാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല, അവിടെ ജെൻഡർ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു y? ഞാൻ നേരത്തെ പറഞ്ഞു ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബിയുടെ ആരാണ്? അപ്പോൾ വൈയുടെ ആരാണ് എക്സ്, വൈയുടെ ആരാണ് എക്സ്. നോക്കിയേ, വൈയുടെ ഇത് അമ്മയാണല്ലോ, വൈയുടെ അമ്മയുടെ ആങ്ങള, സോറി അനിയത്തി, വൈയുടെ അമ്മയുടെ അനിയത്തി. ഡയറക്റ്റ് അങ്ങനെ പറയാമല്ലോ, വൈയുടെ അമ്മയുടെ അനിയത്തി, അതായത് മദർ സിസ്റ്റർ. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ അനിയത്തി എന്ന് ഞാൻ പറഞ്ഞത് ഇളയതാവണോ നിർബന്ധമില്ല, അനിയത്തിയോ ചേട്ടത്തിയോ ആകാം. എനിവേ സിസ്റ്റർ എന്ന് പറയാം. സിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് അനിയത്തിയോ ചേട്ടത്തിയോ ആകാം. അനിയത്തി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, മനസ്സിലായി, മൂത്തതാകാം. ഓക്കെ, മദറിന്റെ സിസ്റ്റർ, സിസ്റ്റർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ, ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ആൽഫബറ്റിനെ നമ്പറുകൾക്ക് കോഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് എ കോഡ് ഫോർ ടി? ഇവിടെ ടി എന്ന് പറയുന്ന അക്ഷരത്തിന്റെ കോഡ് എന്ത് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ വാല്യൂ റിലേറ്റഡ് ആയിരിക്കത്തില്ല. മനസ്സിലായി? ഇങ്ങനെ ABCDയിലെ ഇപ്പം ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫാക്സ് എന്നുള്ളത് 40827 വന്നില്ലേ? ഇപ്പൊ എഫിന് പകരം വന്നിരിക്കുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ ഈ എഫ് ഈ ആൽഫബറ്റ് വാല്യൂവായിട്ട് ബന്ധം കാണത്തില്ല. മനസ്സിലായി? ആൽഫബറ്റ് വാല്യൂവായിട്ട് ബന്ധം കാണത്തില്ല. അതായത് ഇതിന്റെ ആവശ്യമില്ല. എങ്ങനെ വരുമ്പോഴാണ് അവസാനം നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു അക്ഷരത്തിന്റെ ആയിട്ട് ചോദിക്കുമ്പോൾ ഇതുമായിട്ട് ഓക്കെ ഈ ഒരു രീതിയിലുള്ള റിലേഷൻ ആയിരിക്കത്തില്ല. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പൊ ഫാക്ട്സ് എന്നുള്ളത് 40827. ഓക്കെ, ഫോക്കസ് എന്നുള്ളത് 29741. ഓക്കെ, ഫെയിം എന്നുള്ളത് 5876. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ 5 അക്ഷരമുണ്ട്, ഇവിടെ 1 2 5 നമ്പറുണ്ട്. ഇവിടെ 4 അക്ഷരം വന്നപ്പോൾ ഇവിടെ 4 നമ്പർ. അതായത് ഒരു അക്ഷരത്തിന് ഒരു നമ്പർ എന്നുള്ള രീതിയിലാണ്. അത് ഈ പൊസിഷൻ വാല്യൂ ആയിട്ട് ബന്ധം വരുത്തില്ല. അതെനിക്ക് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അക്ഷരത്തിൻ്റെ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ടി എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെറ്ററിൻ്റെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈ ABCD എഴുതേണ്ട ആവശ്യം, ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന് ഒരു നമ്പർ ഫിക്സഡ് ആണ്. ഓക്കെ, ഒരക്ഷരത്തിന് നമ്പർ ഫിക്സഡ് ആണ്. പക്ഷേ അത് ഈ ഓർഡറിലല്ല. അതായത് ഇപ്പൊ എഫിന് പകരം ഒരു നമ്പർ കാണും, പക്ഷെ അത് 4 ആവണമെന്നില്ല. 4 ആവാതിരിക്കാം. ഇതിനകത്ത് വരും, ഇതിനകത്ത് എവിടെയെങ്കിലും വരും. അതായത് എഫിന് ഒരു നമ്പർ ഫിക്സഡ് ആണ്, എക്ക് ഒരു നമ്പർ ഫിക്സഡ് ആണ്, സിക്ക് ഒരു നമ്പർ ഫിക്സഡ് ആണ്. ഇങ്ങനെയാണ്. പക്ഷെ അത് ഏത് നമ്പറാണെന്ന് നമുക്കറിയില്ല. ഇത് ഓർഡറിലല്ല വരുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ നമുക്ക് 3 പേരെ തന്നിട്ടില്ലേ? അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇവിടെ എഫിന് പകരം ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഈ ഒരു ഇതിനകത്തും വരും. മനസ്സിലായോ? ഇതിനകത്തും വരും. അപ്പൊ അങ്ങനെ നിങ്ങളിത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ചോദിച്ചേക്കുന്ന ആളെ നോക്കാം, ടി. അപ്പൊ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് ഈ ടി കോമൺ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഈ ടി കോമൺ ആയിട്ട് വരുന്ന വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഈ ടി എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ടി എന്ന് പറയുന്ന വേറെ എങ്ങും ഇല്ല. ഓക്കെ, ടി എന്ന് പറയുന്ന അക്ഷരം ഇതിനകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ടി ഒഴികെയുള്ള ബാക്കിയുള്ള ഈ 4 പേരുടെ നമ്പർ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കുക. ടി ഒഴിച്ചുള്ള ബാക്കിയുള്ള 4 പേരുടെ നമ്പർ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവരാരെങ്കിലും ഒക്കെ കോമൺ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ അവർ കോമൺ വരുന്നുണ്ടോ നോക്കി. ഇപ്പോൾ കോമൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓരോ അക്ഷരമായിട്ട് എടുക്കരുത്, അങ്ങനെ എടുത്ത് തെറ്റിപ്പോവും. ഇപ്പോൾ നിങ്ങൾ ഈ ഫാക്റ്റും ഫോക്കസും ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എഫ് ഉണ്ട്, എ ഇല്ല, സി ഉണ്ട്. ഓക്കെ, എഫ് സി എസ് ഇവർ 3 പേര് വരുന്നുണ്ടല്ലോ. ഓക്കെ, എഫ് സി എസ് ഇവർ 3 പേര് വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടിയുടെ ആണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ടിയുടെ ആണ്. അപ്പോൾ ഈ എഫ് സി എസും ഈ രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് സി എസ് രണ്ടിടത്തും വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെയും എന്നാരൊക്കെ ഉണ്ട്? എഫും സി എസും. വേറെ ആരെങ്കിലും ഉണ്ട്? വേറെ അക്ഷരങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ എഫ് സി എസും ഉണ്ട്, ഇവിടെ എഫും സി എസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പേഴ്സും ഈ രണ്ടിടത്തും വരണമല്ലോ. അപ്പോൾ ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഓക്കെ, ഇവിടെ 0 ഇല്ല, 8 ഇവിടെ ഇല്ല, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഓക്കെ, ഇവിടെയും 7 ഉണ്ട്, ഇവിടെയും 7 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എഫിൻ്റെയും സിയുടെയും എസിൻ്റെയും പകരമായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ്
4ഉം 2ഉം 7. ഇതിൽ ആർക്കൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ എഫിനും സിക്കും എസിനും പകരമായിട്ട് വരുന്ന നമ്പേഴ്സാണ് ഇവർ 3. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ഇവിടെ ഒരു എയും ഉണ്ട് ടിയും ഉണ്ട്. ഈ എയ്ക്കും ടിക്കും പകരമായിട്ടാണ് 0, 8 വരുന്നത്. നമുക്ക് വേണ്ടത് ആരെയാണ്? ടി ആണ്. ഇനി ഈ എയുടെ കണ്ടുപിടിച്ച ടിയുടെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ലേ? ഇനി എയുടെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എ എവിടെയെങ്കിലും കോമൺ വരുന്നുണ്ടോ നോക്കി. എ ഇവിടെയുണ്ട്, എ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 0-ത്തിനകത്ത് 8-നകത്തും ഇവിടെ വരുന്ന ആരാണ് നോക്കി. ഇവിടെ എന്തായാലും 0 ഇല്ല, ആരുണ്ട്? 8 ഉണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എക്ക് പകരം വരുന്ന നമ്പറാണ് 8. അതായത് എ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്ക് പകരം വരുന്നതാണ് 8. അതായത് എഫിന്റെ സിയുടെ എസിന്റെ ആൾക്കാരെ മാറ്റി എയുടെ 8നെ മാറ്റി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ആരാണ്? ഇവിടെ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? 0 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് അത് നോക്കി ചെയ്യുക. ഇവിടെ ഓരോ അക്ഷരത്തിന് പകരം ഒരു നമ്പറാണ്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നമുക്ക് ഒരു അക്ഷരമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഒരു വാക്കായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഒരു അക്ഷരമായിട്ട് മാത്രം ചോദിച്ചാൽ അവിടെ ഈ ഒരു രീതിയിലായിരിക്കും. അവിടെ കോമൺ വരുന്ന ആൾക്കാരെ മാറ്റുക, അങ്ങനെ വാക്ക് വരുന്ന ആൾക്കാരെ നോക്കുക, അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ചെയ്ത രീതി മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വീണ്ടും ഒരു ബ്ലഡ് റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫ് അല്ല, ഇവിടെ 2 ഓഫ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഏറ്റവും ലാസ്റ്റിലത്തെ ഓഫ് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം മൈ ബ്രദർ, അപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? കരിഷ്മയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കരിഷ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കരിഷ്മയുടെ ബ്രദർ. ഓക്കെ, സഹോദരങ്ങളാകുമ്പോൾ സിംഗിൾ ആയി. ഓക്കെ, കരിഷ്മയുടെ ബ്രദറിന്റെ പേര് പറയുന്നത് ബ്രദർ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ഓഫിന് ഇപ്പുറത്തുള്ള ആൾക്കാർ ഈ ഓർഡറിൽ എടുക്കണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓർഡറിൽ എടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇങ്ങനെ പോകരുത്, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. ഈ ഓഫിന്റെ പുറകിന് ഇങ്ങനെ പോകണം. അപ്പൊ ആദ്യം എന്താണ്? ഫാദർ. അപ്പൊ നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ ബ്രദറിനകത്താണ് വന്നിരിക്കുന്നത്. ഈ ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ, കരിഷ്മയുടെ ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഫാദറാണ്? കരിഷ്മയുടെ തന്നെ ഫാദർ. ഇവരുടെ രണ്ടുപേരുടെയും ഫാദർ അല്ലേ? കരിഷ്മയുടെയും കൂടെ ഫാദർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എത്തി, ഫാദറിന്റെ അവിടെ എത്തി, ഇവരുടെ രണ്ടുപേരുടെ ഫാദർ. ഇനി എന്താണ്? ഡോട്ടർ. അതായത് ഇപ്പൊ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വെറും ഡോട്ടർ അല്ല, ഓൺലി ഡോട്ടർ, ഒരേ ഒരു മോളേ ഉള്ളൂ. ഇപ്പൊ കരിഷ്മ എന്നുള്ളത് പേര് വെച്ചിട്ട് നമുക്കറിയാം എന്താണ്? ഫീമെയിൽ ആണ്. ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? തിരിച്ച് അവിടോട്ട് തന്നെ വരും, കരിഷ്മയിലേക്ക് തന്നെ വരത്തില്ലേ? ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളേ ഉള്ളൂ. ഇപ്പൊ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആൾ വന്നേനെ. പക്ഷെ ഒരേ ഒരു മകളെന്ന് പറയുമ്പോൾ ആര് തന്നെ ആയിരിക്കും? കരിഷ്മ തന്നെയാണല്ലോ. ഇനി എന്താണ്? ലാസ്റ്റ് വൺ, ഹസ്ബൻഡ്. ഇപ്പൊ ഇവിടാണ് വന്നിരിക്കുന്നത്. ഈ കരിഷ്മയുടെ ഹസ്ബൻഡ് ആണ് ഹി. അതായത് ആ കരിഷ്മ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആണ് ഈ ആളിനെയാണ്. ഈ ആളെന്നേരം എന്താണ്? ഹൗ ഈസ് എ മാൻ റിലേറ്റഡ് ടു കരിഷ്മ? കരിഷ്മയുടെ ആരാണ് ഈ മാൻ? ഹസ്ബൻഡ്. ക്ലിയറായ? ഹസ്ബൻഡ് എന്നുള്ളതാണ് ആൻസർ. ഒന്നുകൂടെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ഓൺലി ഡോട്ടർ ഓഫ് ഫാദർ ഓഫ് മൈ ബ്രദർ. എൻ്റെ ബ്രദറിന്റെ അച്ഛന്റെ ഒരേ ഒരു മകളുടെ ഹസ്ബൻഡാണ് അത്. കണ്ടോ? അപ്പൊ അതാരാണ്? കരിഷ്മയുടെ തന്നെ ഹസ്ബൻഡാണ്. ഈ രീതിയിലാണ് നമ്മൾ ഈ ഓഫ് വരുമ്പോൾ ഉള്ള രീതിയിൽ, ഇങ്ങനെ ഒരാളെ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഏതൊക്കെ സൈനുകൾ മാറ്റിയാലാണ് ശരിയാവുന്നത്? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ വൈസ് ചെയ്യാൻ പറ്റും. ആദ്യം ഈ ഓപ്ഷനിൽ കൊടുക്കുക. ഇപ്പൊ എന്താണ്? ഇൻഡും ഡിവൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇപ്പൊ 26 വേറെ ആരെയും മാറ്റരുത്, +2. ഈ ഡിവൈഡ് എന്താവും? ഇൻഡു ആവും. ഇൻഡു 4 -8. ഈ ഇൻഡു എന്താവും? ഡിവൈഡ് ആവും. ഡിവൈഡഡ് ബൈ 25. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മുടെ റൂൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ബോർഡ് മാസ് എന്നുള്ള റൂൾ അറിയായിരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ, ആദ്യം ബ്രാക്കറ്റ്, ദെൻ ഓഫ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല, ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇപ്പൊ ഈ റൂൾ അനുസരിച്ച് ആരെയാണ്? ഇപ്പൊ ബ്രാക്കറ്റ് ഓഫും ഇല്ല, ആരെയാണ്? അതിന് ഡിവിഷൻ ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പുറത്ത് വരുന്നത് -ആണ്. അപ്പോൾ പിന്നെ ഡിവിസിബിൾ അല്ല, പിന്നെ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. നേരെ അടുത്ത ഓപ്ഷൻ കൊടുക്കുക, ഇൻറ്റു ആൻഡ് മൈനസ്. ഇപ്പോൾ 26 + 2 ഡിവൈഡഡ് ബൈ 4. ഇവിടെ ഇൻറ്റു ആവും, ഇവിടെ മൈനസും ആവും. ഓക്കെ, ഇവിടെയും 2/4 ഡിവിസിബിൾ അല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒരു കാര്യം നോക്കണം, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഡിവിസിബിൾ അല്ലാന്ന് എഴുതിയ ആൻസർ വരത്തില്ല എന്ന് ആദ്യമേ ഉറപ്പിക്കരുത്. അവിടെ വേറൊരു സാധ്യത ഉള്ളത് 26 + 2. ഈ ഡിവിഷനെ നമ്മൾ മാറുന്നില്ല, ഇതാണ് ഇപ്പം ഈ ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്, ഇൻറ്റു ആൻഡ് മൈനസ് ആണ് മാറുന്നത്. അപ്പോൾ ഇതെന്താ? ഡിവിഷൻ തന്നെയാണ്. ഇതിനെ എങ്ങനെ എഴുതണം? ഇങ്ങനെ ബൈ ഇട്ട് എഴുതിയാൽ, ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബൈ ഇട്ട് എഴുതിയാൽ അവിടെ ഒരു സാധ്യത എന്താണെന്ന് ഇപ്പോൾ പറയാം. ഈ മൈനസ് എന്താവും? ഇൻറ്റു ആവുമല്ലോ, ഇൻറ്റു 8 -25. ഇപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളും ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എപ്പോഴും പറ്റണമെന്നില്ല,
ചില കേസിൽ ഇതുകൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, നമുക്ക് ഇങ്ങനെ എഴുതുകൊണ്ട് തെറ്റില്ല. നമ്മൾ റൂൾ അനുസരിച്ച് ഡിവിഷനെ ആദ്യം ചെയ്യാവുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ എഴുതിയാൽ തെറ്റല്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുകൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഇതുകൂടെ ക്യാൻസൽ ചെയ്താൽ 2 വരും. അപ്പോൾ ഇവിടെ എങ്ങനെ മാറും? 26 പ്ലസ് 2 × 2 4 ആണല്ലോ. 26 പ്ലസ് 4 മൈനസ് 25. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റും, പക്ഷേ എങ്ങനെയായാലും ആൻസർ കിട്ടത്തില്ല. ഇവിടെ 5 അല്ല വരും, 5 ആണ് വരുന്നത്. അപ്പോൾ അവിടെ ആൻസർ എന്തായാലും കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ അടുത്ത ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നേരെ അടുത്ത ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ആരേക്കാണ്? ഇൻറ്റും പ്ലസും കൂടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇൻറ്റും പ്ലസും കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അത് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ 3 കൊടുക്കുമ്പം 26 പ്ലസ് എന്താവും? ഇൻറ്റു ആവും. ഇൻറ്റു 2 ആ ഡിവിഷന് മാറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് 2/4 ഡിവിസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി പോവുക. ഇങ്ങനെ തന്നെ എഴുതി പോവുക. ദെൻ മൈനസിന് മാറ്റില്ല. -8 ഈ ഇൻറ്റു എന്താവും? +25 എന്നാവും. ഇങ്ങനെയാണല്ലോ മാറും. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ 2 4 വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. ഈ 2ഉം 26 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 13 വരും. ഓക്കെ, ഇവിടെ 13 വരും. ഇപ്പം എങ്ങനെ മാറും? 13 - 8 + 25. ഇതെന്താണ്? 13 - 8 എന്താണ്? 5. 5 + 25 എന്താണ്? 30. ഇതിൽ നിന്ന് ആൻസർ കിട്ടും. മനസ്സിലായി? ഇതിൽ നിന്ന് ആൻസർ കിട്ടും. അല്ലാതെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഇൻറ്റും പ്ലസും ആണല്ലോ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിവിഷന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇത് ഡിവിസിബിൾ അല്ല എന്ന് കരുതി അത് നിങ്ങൾ നോക്കാതിരിക്കരുത്, വരത്തില്ല എന്ന് പറഞ്ഞ് നോക്കാതിരിക്കരുത്. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. മനസ്സിലായോ? ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട്. അത് എപ്പോഴാണ്? നമ്മുടെ ഡിവിഷൻ്റെ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ ഇൻറ്റു ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യത വരുന്നത്. മനസ്സിലായി? അപ്പോൾ ആ ഒരു സാധ്യതയും കൂടെ നിങ്ങൾ നോക്കണം. അപ്പം ഇതിലാണ് ഓപ്ഷൻ സിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ഓക്കെ അടുത്തതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ 15 ഈ എയും ബിയും സി എന്താണ്? ഏതൊക്കെയോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. ചിലപ്പോൾ പ്ലസ് ആവാം, ഇൻറ്റു ആവാം, മൈനസ് ആകാം, ഡിവൈഡ് ആകാം. അതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 20 എന്നുള്ള ആൻസർ കിട്ടണം. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എക്ക് പകരം പ്ലസ് ആണെന്നോ അല്ല കണ്ടുപിടിച്ചു. അതേ രീതിയിൽ ഇവിടെ കൊടുത്താൽ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 35 കിട്ടണം. അങ്ങനെ വരുന്ന എ എന്താണ്? എ എന്താണ്? പ്ലസ് ആണോ മൈനസ് ആണോ? അല്ലെങ്കിൽ ബി എന്താണ്? പ്ലസ് ആണോ ഇൻറ്റു? അങ്ങനെ കണ്ടുപിടിക്കണം. സി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് എന്തിലേക്ക് എത്തിക്കണം? 20ലേക്ക് എത്തിക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 15 ഞാൻ ഈ ABC എന്ന് എഴുതുന്നില്ല, കാരണം എല്ലായിടത്തും ABC എന്നുള്ള ഓർഡറിലാണ് കിടക്കുന്നത്. അതായത് 15, 8, 9, 3 ഇവരെ എല്ലാവരും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 20 കിട്ടണം. ഓക്കെ, 18, 20, 15, 5 ഇവരെ 4 പേരോടെ കണക്ട് ചെയ്യുമ്പോൾ 35 കിട്ടണം. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഏതൊക്കെ സൈനുകൾ വന്നാൽ, മാത്തമാറ്റിക്കൽ സൈനുകൾ വന്നാലാണ് 20 കിട്ടുന്നത് അല്ലെങ്കിൽ 35 കിട്ടുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യമേ നോക്കണ്ടേ, ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് അടുപ്പിച്ച് വരുന്നുണ്ടോ? 15 8 ഡിവിസിബിൾ അല്ല, 8 9 അല്ല, 9 3 ഡിവിസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ഡിവിഷൻ ഒന്ന് കൊടുത്തു നോക്കി, ചുമ്മാ കൊടുത്തു നോക്കി. എന്തുകൊണ്ടാണ് ഞാൻ ഡിവിഷനെ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ബ്രാക്കറ്റ് എന്തായാലും വരത്തില്ല, ഡിവിഷൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡിവിഷനെ ഫോക്കസ്. ഇവിടെ ഡിവിസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ നോക്കി, ഇവിടെ എന്താണ്? ഡിവിസിബിൾ ആണ്. അപ്പോൾ കുഴപ്പമില്ല. ഇത് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 3. ഇനി നമുക്ക് ഈ 3നെയും 15നെയും 8നെയും 3നെയോട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ 20 കിട്ടും? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നമ്മുടെ ഒരു തിങ്കിങ് സ്കില്ലും കൂടാണ്. അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും. 15 8 കൂട്ടിയാൽ 23 ആണ്. അതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? അതിൽ നിന്ന് 3 കുറച്ചാൽ 20 ആയില്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ നോക്കി. 18ഉം 20ഉം 38ആണ്. 38ൽ നിന്ന് ഇവിടെ എത്രയാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത്? 3 അല്ലേ? 3 കുറച്ചാൽ 35 ആയില്ലേ? അതായത് എന്താണ് ഇവിടുത്തെ സംഭവം? എക്ക് പകരം പ്ലസ് ആണ്, ബിക്ക് പകരം മൈനസ് ആണ്, സിക്ക് പകരം ഡിവൈഡ് ആണ്. ഇതാണ് ഇവിടുത്തെ സംഭവം. നമ്മുടെ ഒരു തിങ്കിങ് സ്കില്ലാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ട്, അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് ബാക്കിയുള്ളവരോട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ ഈ 20ലേക്ക് എത്തിക്കാം, അങ്ങനെ ചിന്തിച്ച് നോക്കി ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് വേണ്ടത്? 8 ഇവിടെ ആ വാല്യൂസ് അതേപോലെ കൊടുത്താൽ മതി. +6 - 4 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 വരും. 8 6 14, 14 നിന്ന് 2 കുറച്ചാൽ 12. ഓപ്ഷൻ ബി 12 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഈ രീതിയിലാണ് ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ആ ഓരോ അക്ഷരം ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണെന്ന് കണ്ടുപിടിക്കുക, അത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യന് ഇട്ട് കൊടുക്കുക. ഓക്കെ അടുത്ത ഒരു നമ്പർ സീരീസ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 64, 72, 45,
109 മൈനസ് 16. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്പേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ കൂടി പോകാനോ കുറഞ്ഞു പോകാനോ ആണ് സാധ്യത. അപ്പോൾ നോക്കാം, 64 to 72 എന്ന് പറയുമ്പോൾ എന്താണ് 8 കൂടി. ഓക്കെ, ഇവിടെ വരുമ്പോൾ പിന്നെ കുറയുവാണ്. ഇപ്പം എത്രയാണ് കുറഞ്ഞത്? 72, 40. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സ്പീഡ് ആവണം. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതി സബ്ട്രാക്ട് ചെയ്യുക. ഒരു പക്ഷേ മനസ്സിൽ കൂട്ടാൻ പാടുള്ളവരുണ്ടെങ്കിൽ, അല്ലാത്തവർ മനസ്സിൽ തന്നെ കൂട്ടി ശീലിക്കുക. നിങ്ങൾ മാത്സിനകത്ത് അത് പറഞ്ഞു തരും. അങ്ങനെയൊക്കെ നിങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നല്ല സ്പീഡ് ആവണം. ഇത് കുറയ്ക്കുമ്പം എത്രയാണ് വരുന്നത്? ഇത് കുറയ്ക്കുമ്പോൾ 27, അതായത് 27 ആണ് കുറഞ്ഞു പോകുന്നത്. ഓക്കെ, 27 കുറഞ്ഞു പോവാണ്. ഓക്കെ, 27 കുറഞ്ഞു പോവാണ്. വീണ്ടും ഇത് കൂടുകയല്ലേ? എത്രയാണ് കൂടുന്നത്? 64 കൂടുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വരണം. അടുത്തോടെ നോക്കാം. ഇത് കാണുമ്പോൾ എന്താണ് 109 എത്ര കുറയുമ്പോഴാണ് 16 ആവുന്നത്? അത് എടുക്കുമ്പോൾ മാറിപ്പോയത്. 109 നിന്ന് 109 തന്നെ കുറഞ്ഞാൽ 0 ആവുമല്ലോ. അപ്പോൾ ആദ്യം ഒരു 109 കുറഞ്ഞു, പിന്നെ ഒരു എത്രയോടെ കുറഞ്ഞു? 16 കുറഞ്ഞു. അതായത് 109ഉം 16. 125 ഇവിടെ സത്യത്തിൽ കുറഞ്ഞത്. നിങ്ങൾ എടുക്കുമ്പോൾ തെറ്റിപ്പോരുത്. 109 നിന്ന് 109 തന്നെ കുറഞ്ഞാൽ 0 ആവും. 0ൽ നിന്ന് ഒരു 16 കുറയുമ്പോഴല്ലേ മൈനസ് 16 ആവുന്നത്. അതായത് ആദ്യം ഒരു 109 കുറഞ്ഞു, പിന്നെ ഒരു 16 കുറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എത്ര കുറഞ്ഞ്? 125 കുറഞ്ഞിട്ടാണ് മൈനസ് 16 ആയത്. അപ്പോൾ എളുപ്പമാണ്. ഈ നമ്പർ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. എന്താണ്? ക്യൂബ് നമ്പേഴ്സ് ആണ്. ക്യൂബ് നമ്പേഴ്സ് ആണ്. അപ്പോൾ എന്താണ്? ആദ്യം 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 6ന്റെ ക്യൂബ് എത്രയാണ്? 216. ഇനി നോക്കിയേ, പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? പ്ലസ് 216. അതായത് മൈനസ് 16 പ്ലസ് 216. എന്താണ് സംഭവം? 216 മൈനസ് 16 തിരിച്ചെഴുതിയാലും ശരിയല്ല. അപ്പോൾ എന്താണ്? 216 16 കുറച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. 200 ആണ് ആൻസർ വരും. ഓപ്ഷൻ സി 200 ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ രീതിയിലാണ് ഈ ഒരു സീരീസ് വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് കാണുമ്പോൾ ക്യൂബ് നമ്പർ ആണെന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ അതിന് സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ച് വെക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് ചെന്നിരിക്കുമ്പം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ഒരു സിലോജിസം ക്വസ്റ്റ്യൻ ആണ്. സം ട്രെയിൻ ആർ കാർ. ഇപ്പം എങ്ങനെ വരയ്ക്കാം? കുറച്ച് ട്രെയിൻ എന്താണ്? കാറാണ്. ഞാൻ വെൻ ഡയഗ്രം വരച്ച് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. സം ട്രെയിൻ ആർ കാർ. സം കാർ ആർ ട്രക്ക്. ഇപ്പോൾ ട്രക്ക് എന്ന് വരും. ഇവിടെ ട്രെയിൻ ആണ്, ഇത് രണ്ടോട് മാറിപ്പോലും. ഇത് ട്രെയിൻ, ഇത് ട്രക്ക്. സം ട്രക്സ് ആർ ഷിപ്പ്. ഇപ്പം ട്രക്ക് ഷിപ്പും തമ്മിൽ ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളല്ലോ. ഇനി കൺക്ലൂഷൻ നോക്കുക. സം ട്രെയിൻ ആർ ഷിപ്പ്. നോക്കിയേ, ട്രെയിൻ താണ്ടേ, ഷിപ്പ് താണ്ടേ, ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്. സം ഷിപ്പ് ആർ നോട്ട് കാർ. ഷിപ്പ് ഇവിടെ കിടക്കുവാണ്, കാർ ഇവിടെ കിടക്കുവാണ്. ഓക്കെ, ഇപ്പം ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ ബന്ധമൊന്നും ഇല്ലാന്ന് കരുതി നമുക്ക് സം നോട്ടും പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പം രണ്ടുപേര് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലെങ്കിൽ, ഇപ്പം ഈ കാർ എടുത്താൽ കാർ ഇങ്ങനെ കിടക്കുവാണ്, ഷിപ്പ് ഇവിടെയും കിടക്കുവാണ്. ഇവർ തമ്മിൽ ബന്ധമൊന്നും ഇല്ലാന്ന് കരുതി അവിടെ സം നോട്ടും പറയാൻ പറ്റുമോ? ഇല്ല. ബന്ധമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷനും പറയാൻ പറ്റത്തില്ല. അപ്പം അതും ഫോളോ ചെയ്യത്തില്ല എന്നാണ് വരുന്നത്. അപ്പം നെയ്തർ വൺ നോർ ടു ഫോളോ എന്നാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം, പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും എക്സാമിനായിട്ട് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.